രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മോളെ ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഒന്ന് കിടക്കണം കേട്ടോ. അധികം നേരം ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല, നല്ല വേദനയുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ചൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അല്ല, ഇങ്ങനെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം വേദനയും ബുദ്ധിമുട്ടും നല്ല രീതിയിലുണ്ട്. ഇത് ഡെലിവറി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നില്ലേ, എൻ്റെ പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള വീഡിയോ ആട്ടോ ഇത്. ഇടാൻ കുറച്ച് വൈകിപ്പോയാണ്. ഒരുപാട് വീഡിയോസ് നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ പതിയെ ഇട്ട് വരുന്നതേ ഉള്ളേ. അങ്ങനെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അതായത് ചിറ്റയുടെ സ്പെഷ്യൽ വെളുത്തുള്ളി കറിയാണ്. ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ പറ്റിയൊരു കറി തന്നെ കേട്ടോ. പാല് കൂടാനും അതേപോലെ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ വയറിന് ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ആ ഒരു കറി. കാരണം എനിക്കത് കൂട്ടിയപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഒരു പരിധി വരെ മാറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നമായിരുന്നു കേട്ടോ. അതായത് വയറിങ്ങനെ പെരുവിരിക്കാൻ അതിൻ്റെ കൂടെ അവിടെ എവിടെയും കയറി വായു കയറി ഇങ്ങനെ വിലങ്ങി പിടിച്ചൊക്കെ ഇരിക്കുന്ന വേദനയും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡെലിവറിക്ക് മുന്നേ അങ്ങനെ ആയിരുന്നു, അത് കഴിഞ്ഞിട്ടും അത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ എന്താ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു മോളുമായിട്ട്. അപ്പോഴത്തേക്ക് ചിറ്റ ഇവിടെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അമ്മ തൊട്ടപ്പുറത്ത് വേറെ കറികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ, നെത്തോലി, ഇവിടെ നെത്തോലി എന്ന് പറയും. അപ്പോൾ അത് ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ്. പീര വറ്റിച്ചെടുക്കത്തില്ല, നമ്മൾ തോരൻ വെക്കുമെന്ന് ഇവിടെ പറയും കേട്ടോ. അങ്ങനെ തോരൻ വെച്ചെടുക്കുകയാണ്. പിന്നെ ഇതാ വെളുത്തുള്ളി കറിക്കുള്ള സാധനങ്ങളാണ് ഈ റെഡിയാക്കി വെച്ചേക്കുന്നത്. വെളുത്തുള്ളി ഇച്ചിരി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ കുഞ്ഞുള്ളി, പിന്നെ നട്ട്സ്, പിന്നെ മല്ലിയില, കറിവേപ്പില, തക്കാളി, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചട്ടി വെച്ചു, അത് എണ്ണ ഒഴിച്ചു, ചൂടാകുമ്പോഴത്തേക്ക് കടുവൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്കിനി കുഞ്ഞുള്ളി അരിഞ്ഞത് കടുക് വറുക്കുന്ന രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അതായത് കടുക് താളിക്കണം ആദ്യം തന്നെ കേട്ടോ. എന്നിട്ട് വറ്റൽമുളക്, പിന്നെ നമ്മളിത് നട്ട്സ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടിക്ക്. അപ്പോൾ ഈ നട്ട്സും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അതൊന്ന് വഴണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു തണുവ് കിട്ടും നമ്മുടെ വയറിനൊക്കെ. അങ്ങനെ ഇതാ കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് ഇച്ചിരി കൂടുതൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നീട് നമ്മൾ കറിക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ആ രീതിയിൽ ഇടാവൂ. അപ്പം എന്താ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുഞ്ഞു തക്കാളിയാണേ. ഇത് നമ്മൾ പുളി നന്നായിട്ട് ചേർക്കുന്നതുകൊണ്ട് തക്കാളി കുറച്ച് മതി കേട്ടോ. അതുകൊണ്ട് കുഞ്ഞൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതാ നമ്മൾ ആ ഒരു മസാലയാണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. ആച്ചിയുടെ കുളമ്പ് ചില്ലി മസാല എന്നാണ് അതിൽ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമെന്നാണ് ചിറ്റ പറഞ്ഞത് കേട്ടോ. ഇനി പോകുമ്പോൾ എനിക്കൊന്ന് നോക്കണം. അങ്ങനെ ആ ഒരു മസാല ഇതാ നമ്മൾ ഈ ഒരു ഇതൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത്, അതായത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്ന സമയത്ത് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണാണേ. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന രീതിയിൽ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. നമ്മൾ അല്ലെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്ത് കായൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആ ഒരു മസാല ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇതിനകത്ത് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. നല്ല കറുത്ത പുളി ആയതുകൊണ്ടാണ് ഇച്ചിരി കറുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് പുളി മുന്നിട്ട് നിൽക്കണം എന്നാണ് ചിറ്റ പറഞ്ഞത് കേട്ടോ. ഒരുപാട് പുളിയാണെങ്കിൽ പുളി കൂടുതലായിട്ട് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം പുളി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന ഈ ഒരു പരുവാവണം കേട്ടോ. അതുവരെ നമ്മൾ തീ കുറച്ചിട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് ആ ഒരു എണ്ണ ഇങ്ങനെ തിളച്ച് ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ, കാരണം ഇപ്പം തന്നെ കുറേ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ഞാൻ മോള് കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയുന്നത് കാരണം ഞാൻ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നേ. പിന്നെ അവൾക്ക് രാവും പകലൊക്കെ ഒരേപോലെയാണ്, എപ്പോഴും ഉണർന്ന് തന്നെ കിടക്കുന്നതുകൊണ്ട് തുണിയൊക്കെ പിടിച്ച് മുഖത്തൊക്കെ ഇട്ടിട്ട് കിടന്ന് കരയും കേട്ടോ. അതുകൊണ്ട് അടുത്ത് എപ്പോഴും ആൾ വേണം. അതും കൗട്ടയൊക്കെ ചെയ്യുവാണെങ്കിൽ മൂക്കിലെവിടെയെങ്കിലും കയറുവാണെങ്കിൽ അയ്യോ അതെല്ലാം കൂടെ ഓർത്ത് എനിക്ക് പേടി. അതുകൊണ്ട് ഞാൻ എപ്പോഴും അടുത്ത് തന്നെ ഇരിക്കും. ആണാ ജാലിയായിട്ടിരിക്കുക. ഇതിനകത്ത് എഴുന്നേക്കണമെങ്കിൽ ആരെങ്കിലും വിചാരിക്കണം. കേക്ക് നീ പറഞ്ഞു ഓരോ മനസ്സിലായി.
അങ്ങനെ ഉച്ചക്കലത്തെ ആ ഫുഡ് കഴിപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. വൈകുന്നേരമാണ് കേട്ടോ പിന്നെ വീഡിയോസ് എടുക്കുന്നത്. എനിക്ക് അങ്ങനെ ഓടി നടന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കാറുള്ളൂ. പിന്നെ വീട്ടിൽ ആരെങ്കിലും അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ടോ എടുത്ത് തരുന്നത്. ഇപ്പോൾ ജാസ് ഉള്ളതുകൊണ്ട് അവൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തരും. അതിനുശേഷം പിന്നെ അല്ലെങ്കിൽ അമ്മയൊക്കെ കൊണ്ടൊക്കെയാണ് കേട്ടോ എടുപ്പിക്കുന്നത് തന്നെ. അങ്ങനെ ഇതാ ആങ്ങളെ ഒരാൾ വിളിച്ചു. അങ്ങനെ ആളുടെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ. പിന്നെ കുഞ്ഞിനെയൊക്കെ എടുത്ത് അവനിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ മമ്മി അമ്മച്ചമ്മയും കൂടെ വന്നേ. വൈകുന്നേരത്താണ് കേട്ടോ അവർ വന്നത്. അതായത് 6 മണിയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു വന്നപ്പോഴത്തേക്ക്. കുഞ്ഞൻ വരുമ്പോൾ കുഞ്ഞിനെയും കൂടെ കണ്ടതിന് ശേഷം പോകാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സമയത്ത് വന്നേ. ഓട്ടോ വിളിച്ചിട്ട് വന്നാൽ നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഈ ഒരു സമയത്ത് വരുവാണെങ്കിൽ കുഞ്ഞിനെയും കണ്ടിട്ട് മോളെയും കണ്ട് എല്ലാവരെയും കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടോ വന്നത്. അമ്മച്ചമ്മയ്ക്കാണെങ്കിൽ കുഞ്ഞിനെ കണ്ടോളാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ ഞാൻ ആയ സമയത്തേ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു, എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ വീട്ടിൽ വന്നതിന് ശേഷം കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടാട്ടോ ആളെ സമാധാനിപ്പിച്ച് നിർത്തിയിരുന്നേ. എന്നിട്ട് എന്നെ പറയുന്നു എനിക്കിപ്പം പോയേ പറ്റത്തുള്ളൂ, എന്നെ ഇല്ലെങ്കിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട് പിന്നെ ബഹളം വെച്ച് ഇന്നിങ്ങി വന്നേ കേട്ടോ. ഇല്ലെങ്കിൽ ഞായറാഴ്ച വരത്തേ ഉള്ളൂ. ഞായറാഴ്ച ആണെങ്കിൽ പിന്നെ കുഞ്ഞിനെയും കൂടെ കണ്ടിട്ട് പോകാം, ഇന്ന് രാവിലെ വന്നിട്ട് പോയേനെ. പക്ഷേ ഇന്ന് കുഞ്ഞിനെ ഇല്ലാത്തതുകൊണ്ട് വൈകിട്ട് വന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് പിന്നെ വൈകുന്നേരമായിട്ടാണ് വന്നത്. അതാകുമ്പോൾ ഇരുട്ടിയിട്ടായാലും കുഴപ്പമില്ല, അങ്ങ് പതുക്കെ അങ്ങ് പോകാം എന്നും പറഞ്ഞിട്ടാട്ടോ. അങ്ങനെ ഇതാ അമ്മച്ചമ്മ കുഞ്ഞുവാവ എടുത്ത് ഭയങ്കര കാര്യം പറിച്ചിലാണ്. ഇത് അമ്മച്ചമ്മയുടെ കയ്യിൽ നിന്ന് ഇതാ മുത്തശ്ശിയുടെ കയ്യിലോട്ട് പോകുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ പിന്നെ കൈ ഇന്ന് താഴോട്ട് വെക്കുന്നേ ഉണ്ടായിരുന്നില്ല മോളെ. അമ്മച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാട്ടോ. മോളായാലും മോനായാലും ഇങ്ങനെ എപ്പോഴും പറയാം, നിൻ്റെ കുഞ്ഞിനെ എനിക്ക് എടുത്ത് താലോലിച്ചിട്ട് എന്നെ ദൈവം വിളിക്കാവേ എന്നിങ്ങനെ എപ്പോഴും പറയും. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം അമ്മച്ചമ്മയുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റൂല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പറ്റണേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടേ. ആ ഒരു പ്രാർത്ഥന എന്തായാലും ദൈവം കേട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എനിക്ക് അമ്മച്ചമ്മയുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റി. കാരണം അമ്മച്ചമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിനെ എടുത്ത് ഒന്ന് താലോലിക്കണം എന്നൊക്കെ ഉണ്ട്, അത് എപ്പോഴും പറയായിരുന്നു. ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഇതാ ഇവിടെ അനിയത്തിയും ചേട്ടത്തിയും തമ്മിൽ ഭയങ്കര സ്നേഹപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ ഇവിടെ രണ്ടുപേരും തകർത്ത് പിടിച്ച് കാര്യം പറിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചമ്മ ഓരോന്ന് പറയുന്നതനുസരിച്ചിട്ട് ഇതാ അവളും ആ ഊന്നൊക്കെ ആക്കുന്നുണ്ട്. എന്തെങ്കിലും പറയുന്നത് മനസ്സിലായിട്ടാണോ ഈ ആക്കുന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലേ. അങ്ങനെ അമ്മച്ചമ്മയും മമ്മിയും വന്ന സമയത്ത് തൊട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. കുറേ പേര് ഞാൻ ഇതിന് മുന്നേ വീടിയിട്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടിലിൻ്റെ റേറ്റ് എത്രയാണ്. തൊട്ടിലിൻ്റെ റേറ്റ് എനിക്കറിയില്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനം കേട്ടോ അത്. കളിച്ചോളാൻ പറഞ്ഞോ? ഓഹോ, കാര്യം പറയുന്നത് കാലിന്റെ പാവം ഇരിക്കും നോക്ക്. കണ്ടോ? എന്താ പറഞ്ഞു? 6 ആഴ്ച തോന്നുന്നു. 6 ആഴ്ച കഴിയുമാറോ? അതുവരെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോഴായത് മറ്റേ ഡെലിവറി കഴിഞ്ഞ് 3-ാമത്തെ ദിവസമായത് കാലിൻ്റെ നീര്. ഞാനങ്ങ് പേടിച്ചു പോയായിരുന്നു, കാരണം ഇത്ര നാളും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ മന്ത് പോലെയായി. പ്രഗ്നൻ്റ് ആയിട്ട് ഇരുന്ന സമയത്ത് എനിക്ക് കാലിൽ നീരും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം 3ൻ്റെ അന്ന് നീര് കണ്ടപ്പോൾ ശരിക്കും ഞാൻ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടറോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സാധാരണയായിട്ട് എല്ലാവർക്കും വരുന്നതാണ്, അതൊരു 6 ആഴ്ച കഴിയുമ്പോൾ അങ്ങ് മാറുമെന്ന്. സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാട്ടോ നീരൊക്കെ വരുമ്പോഴത്തേക്ക്. ആ നീരും വെള്ളം ഇങ്ങനെ കിടക്കുമ്പോഴേ നമ്മൾ ചവിട്ടുമ്പോൾ ഒരു അകത്തൊക്കെ എനിക്കൊരു വേദനയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അധികം നടക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വീട്ടിൽ നിന്ന് മമ്മി വന്നപ്പോഴത്തേക്ക് കുറേ പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് തിന്നാൻ പാപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ നല്ല ലാഭത്തിന് അവിടെ പച്ചക്കറി ഇട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ കൊലയാണേ, കുഞ്ഞൊരു കൊലയായിരുന്നു. അങ്ങനെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ചിറ്റയ്ക്കും കുറച്ച് എനിക്കും ഒക്കെ ആയിട്ടാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിറ്റയൊക്കെ 2 ദിവസം കഴിയുമ്പോഴേ അങ്ങ് പോകും കേട്ടോ. പിന്നെ ഇതാ എനിക്ക് കഞ്ഞി വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് പൊടിയരിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കത്ര പൊടിയരിക്കഞ്ഞി അത്ര എനിക്ക് അങ്ങ് ഇഷ്ടമൊന്നും അല്ല. പിന്നെ ഇതാ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് കുഞ്ഞിനെ നോക്കി ഇരിക്കുകയായിരുന്നു. ആൾ വന്നതേ ഇല്ല. ആൾക്ക് അവിടെ നിന്ന് ജോലിയിൽ നിന്ന് ഇറങ്ങിയതേ ഉണ്ടായിരുന്നില്ല. 8:30 ആയിട്ടും ആൾ വന്നിട്ടില്ല കേട്ടോ. പിന്നെ അത്രയും നേരം നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് പിന്നെ അമ്മച്ചമ്മയും മമ്മി അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അത്രയും നേരം കുഞ്ഞിനെ നോക്കി
ഇരിക്കുകയായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കും ആയിരുന്നു കുഞ്ഞൻ. അങ്ങനെ പിന്നെ എന്താ ടാറ്റയൊക്കെ പറഞ്ഞ് അമ്മച്ചമ്മയും മമ്മിയും പോകാൻ ഇറങ്ങി കേട്ടോ. ഞാനാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങിയിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങി നടക്കാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. 3 മാസം വരെ പുറത്തൊന്നും പോകാൻ പാടില്ല എന്നൊക്കെയാണ് പണ്ടത്തെ കാലത്ത് പറയുന്നത്. ഇപ്പം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. മൈൻഡ് കുറച്ച് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പതുക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. ഞാൻ എന്തായാലും പോയിട്ടൊന്നും ഇല്ല പുറത്ത് ഇതുവരെയും. വീട്ടിൽ തന്നെ ആട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതാ അമ്മച്ചമ്മയും മമ്മിയൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരാളിരുന്ന് കരയുന്നു ഞങ്ങൾ നോക്കിയപ്പോൾ കേട്ടോ. അതിന് ഞങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മച്ചിയെ കണ്ടതിൻ്റെ സങ്കടമായിരുന്നു ചിറ്റയ്ക്ക്. അങ്ങനെ പിന്നെ ഇതാ തൊട്ടിലിതാണ് കേട്ടോ നമുക്ക് കുഞ്ഞുവാവയ്ക്കുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഇതാ അമ്മച്ചമ്മയല്ല അമ്മയും ചിറ്റയും കൂടെ പിന്നെ ഇതാ രാത്രിയിലെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ചപ്പാത്തി പരത്തുന്നു, ഒരാൾ ചുട്ടെടുക്കുന്നു. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ നടുവിന് നല്ല വേദന ഉണ്ടായിരുന്നേ. അധികം ജോലിയാണല്ലോ ഇപ്പോൾ, അതുകൊണ്ട് അത്യാവശ്യം നടുവേദനയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഒരു തോർത്തൊക്കെ എടുത്ത് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അമ്മയ്ക്കങ്ങ് വയ്യ. എനിക്ക് അതിൻ്റെ ഒരു സങ്കടം നല്ല രീതിയിലുണ്ട്. എനിക്ക് ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കാണെങ്കിലും ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അതാണ് എനിക്ക് കൂടുതൽ സങ്കടം. അങ്ങനെ ഇതാ നമുക്ക് രാത്രിയിലേക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. ചിക്കൻ കറി ഞാൻ അങ്ങനെ കഴിച്ചില്ല. ഞാൻ സാമ്പാർ കഴിച്ചാണ് കേട്ടോ ചപ്പാത്തി കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ അമ്മച്ചമ്മമാർ രണ്ടുപേരും കൂടെ കുഞ്ഞുവാവയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ, സീ യു.